ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന അനുഭവമായിരുന്നു നവകേരള സദസ്സെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനകീയ സംവാദങ്ങളും മുഖാമുഖ ചർച്ചകളും തുടരും. ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെ വിവിധ ജില്ലകളിലാണ് പരിപാടി നടക്കുക. നാടിന്റെ മേഖലകളെ ആഴത്തിൽ സ്പർശിക്കുന്നതായി പരിപാടി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഘാടകരുടെ പ്രതീക്ഷകളെപ്പോലും അപ്രസക്തമാക്കി വലിയ ജനാവലിയാണ് നവകേരള സദസ്സിന്റെ ഓരോ വേദിയിലും പങ്കാളികളായത്. കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കുമായി സർക്കാരിനൊപ്പമുണ്ട് എന്ന പ്രഖ്യാപനമാണത്. ജനകീയ സംവാദങ്ങളും മുഖാമുഖ ചർച്ചകളും തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 10 കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി മുഖാമുഖ പരിപാടി നടത്തും. ഫെബ്രുവരി 18 മുതൽ മാർച്ച് 3 വരെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 18 കോഴിക്കോട് വിദ്യാർത്ഥി സംഗമം, ഫെബ്രുവരി 20 ചൊവ്വ തിരുവനന്തപുരം യുവജനങ്ങൾ, 22 വ്യാഴം എറണാകുളം സ്ത്രീകൾ, 24 ശനി കണ്ണൂർ ആദിവാസികളും ദളിത് വിഭാഗങ്ങളും, 25 ഞായർ തൃശ്ശൂർ സാംസ്കാരികം, 26 തിങ്കൾ തിരുവനന്തപുരം ഭിന്നശേഷിക്കാർ, 27 ചൊവ്വ തിരുവനന്തപുരം സീനിയർ സിറ്റിസൺസ്, 29 വ്യാഴം കൊല്ലം തൊഴിൽ മേഖല, മാർച്ച് 2 ശനി ആലപ്പുഴ കാർഷിക മേഖല, മാർച്ച് 3 ഞായർ എറണാകുളം റെസിഡൻസ് അസോസിയേഷനുകൾ. ഇവയുടെ വേദികൾ പിന്നീട് നിശ്ചയിച്ചറിയുകയാണ് ചെയ്യുക. നാടിന്റെ വിവിധ മേഖലകളെ ആഴത്തിൽ സ്പർശിക്കുകയും പുതിയ വെളിച്ചം വീശുകയും ചെയ്യുന്ന പരിപാടിയായി മുഖാമുഖങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷ. നവകേരള സദസ്സിന് നൽകിയ പിന്തുണയും പങ്കാളിത്തവും ഈ പരിപാടിയിലും ഉണ്ടാകുമെന്നാണ് പ്രത്യാശയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.